എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് UCL ഫൈനലിനെ കുറിച്ചുള്ള പ്രഡിക്ഷൻ വീഡിയോ ആണ്. അതായത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ChatGPT ചോദിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പേപ്പറിൽ എഴുതിക്കാണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതുപോലെ തന്നെ സ്പിൻ വീൽ ചെയ്ത് കാണ്ടും ഇങ്ങനെ ഈ ഒരു 3 പ്രൊസീജിയറിൽ നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ ചെയ്യാൻ പോവുകയാണ്. അതായത് ആദ്യം നമ്മൾ ഈ ഒരു സ്പിൻ വീൽ നമ്മൾ 5 വട്ടം കറക്കും, അല്ല 5 അല്ല 6 വട്ടം കറക്കും. 6 വട്ടം കറക്കിയിട്ട് ആ 6 പ്രാവശ്യം കറക്കിയിൽ ഏറ്റവും കൂടുതൽ ഏത് ടീമാണോ വന്നത് ആ ടീമിന് ഒരു പോയിന്റ് കൊടുക്കും. പിന്നെ നമ്മൾ ഇതിൽ 3 വട്ടം നമ്മൾ ഇതിൽ നിന്ന് ഓരോ കാർഡ്സ് എടുക്കും, അതായത് ഓരോരോ പേപ്പർ എടുക്കും. ആ ഒരു 3 പേപ്പറിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നത് ആരാണ് അവർക്ക് ഒരു പോയിന്റ് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ChatGPT ചോദിക്കും, ChatGPT ആരാണ് പ്രിഫർ ചെയ്യണം നോക്കിയാണ്ട് അവർക്ക് ഒരു പോയിന്റ് കൊടുക്കും. അങ്ങനെ ടോട്ടൽ 3 പോയിന്റ്സ് ഉണ്ടാവും. ഈ ഒരു 3 പോയിന്റ്സിൽ ആരാണ് കൂടുതൽ നേടി നോക്കുകയാണ് അങ്ങനെ നമ്മൾ പ്രഡിക്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കണ്ടന്റിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കുലുക്കി സർബത്താണ്. ഈ ഒരു ഇതിൽ 6 ഇതുണ്ട്, അതിൽ 3 ഇന്ററും 3 PSG ആണ്. നമ്മൾ 3 പേപ്പർ എടുക്കും, എന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ആരാ വരുന്നത് അവർക്ക് ഒരു പോയിന്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഒന്ന് കുലുക്കിയിട്ട് എടുക്കുക, കുലുക്കി സർബത്ത് ആയിക്കോട്ടെ. അപ്പോൾ ആദ്യത്തെ കാർഡ് എടുത്തിക്കണേ. ഇതിൽ ഞാൻ ഫസ്റ്റ് അക്ഷരം എഴുതിയിട്ടുള്ളൂ, ഫുൾ എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ P എന്നാണ് നിൽക്കണത്, PSG എന്നാണ്. PSG-ൻ്റെ ഇതിലേക്ക് ഒന്ന് പോവുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 2 പാടെ എടുക്കാം. ഇതിൽ 1 പാടെ വന്നാൽ ഈ ഒരു പോയിന്റ് PSG-ക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അടുത്തത് PSG ആണ്, എന്തായാലും പോയിന്റ് PSG-ക്ക് ആവും. പക്ഷെ നമ്മൾ 3ാമത്തെ ഡ്രോൺ പാടെ എടുക്കും. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഒരു പ്രൊഡിക്ഷൻ വീഡിയോ മാത്രമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ആ ഒരു കഴിഞ്ഞ കളിനെ കുറിച്ചുള്ള റിവ്യൂ ഒന്നും പറയുന്നില്ല. ഒരു കംപ്ലീറ്റ്ലി പ്രൊഡിക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2ാമത്തതും പാടെ എടുത്തിക്കണ്, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ I എന്നാണ് വന്നിരിക്കുന്നത്, ഇന്റർ മിലാനാണ് I സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു P-യും ഒരു PSG-നും ഒരു I-നെയാണ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഈ ഒരു പോയിന്റ് ആദ്യം നേടുന്നുള്ളത് നോക്കാം. നമുക്ക് ഈ 2 ടീമുകളും 2 കിണ്ണം കാച്ചി ടീമുകളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഫൈനലിലേക്ക് വന്നിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇന്റർ മിലാൻ ആ ഒരു ബാസനെ, ഈ ഒരു പ്രൈം ബാസനെ എടുത്തുകൊണ്ട് കൊട്ടിവിട്ടിട്ടാണ് ഈ ഒരു ഫൈനലിലേക്ക് കയറി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ PSG ആണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് നിന്ന് ആൾക്കാർ ഇപ്പോൾ ഫസ്റ്റ് വരേണ്ട ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എൻട്രിക്ക് 10 വർഷത്തിന് ശേഷം ഒരു ട്രബിൾ അടിക്കാനുള്ള ഇതിലാണ് എൻട്രിക്ക് ആണെന്നുണ്ടെങ്കിലും. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ആ ഒരു മത്സരത്തെ പറ്റി പറയാനുണ്ടാവും. പക്ഷേ ഞാൻ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു റിവ്യൂ പറയാം. ഇതിപ്പോൾ ഒരു പ്രൊഡിക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാം. 3ാമത്തെ എടുക്കുക. 3ാമത്തേൽ നമുക്ക് ആരെ കിട്ടണം ഓർക്കൊരു പോയിന്റ് കൊടുക്കേണ്ടി വരും. അപ്പം ഇതാരാണ് ഓർക്കൊരു പോയിന്റ്, എത്രേ ഉള്ളൂ. ഇത് PSG ആണ്. അൺഫോർച്ചുനേറ്റ്ലി PSG-ക്ക് ഒരു പോയിന്റ് ഇതിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ഒരു പേപ്പർ ബോക്സ് ഡ്രോയിൽ ആർക്കാണ് പോയിന്റ് കിട്ടിയത് വെച്ചാൽ PSG-ക്ക് ഒരു പോയിന്റ് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ളത് ഈ ഒരു സ്പിൻ വീലാണ്. ഈ ഒരു സ്പിൻ വീൽ പറഞ്ഞാൽ ഡിജിറ്റലാണ്, അല്ലാതെ പ്രാക്ടിക്കലായിട്ട് കണ്ട് ഇത് എനിക്ക് ഉണ്ടാക്കിയാണ്ടൊന്നും ചെയ്യാനുള്ള ഒരു ഇതൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. നമ്മൾ ഈ ഒരു സ്പിൻ വീല് ടോട്ടൽ 6 പ്രാവശ്യം കറക്കും. 6 പ്രാവശ്യത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടണ ആർക്കാണോ അവരാകും വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്കി നോക്കാം. അപ്പോൾ നമുക്ക് അറിയാം ഈ 2 ടീമുകളും ഈ ഒരു ഫൈനൽ പ്രവേശനം നടത്തിയിട്ടുള്ളത് ഒട്ടുമിക്ക അത്ഭുതങ്ങൾ കാഴ്ചവെച്ചിട്ടാണ്. ഈ ഒരു PSG ഒക്കെ, എക്സ്പെഷ്യലി ഇന്റർ മിലാനും PSG 2 ടീമുകളും ഈ ഒരു ഫൈനലിൽ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഒരു PSG-നെ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ സെമി ഫൈനൽ പ്രവേശനം പോലും സാധ്യമല്ല എന്ന് പറഞ്ഞ് അങ്ങനെ വിലയിരുത്തിയുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇന്റർ മിലാനാണെന്നുണ്ടെങ്കിൽ ബാസ എതിരെ വന്നപ്പോൾ പല ആൾക്കാരും ഇന്റർ മിലാനെ ഓൾറെഡി ഔട്ടായി എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ബാസനെ ഇന്റർ മിലാനെ ബീറ്റ് ചെയ്യാൻ കഴിയൂല എന്നുള്ള പറയുന്ന അങ്ങനത്തെ ഒക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ഭുതം വന്നോളം ആ ഒരു ലാസ്റ്റ് മിനിറ്റ് അസർബിൻ്റെ 93ാമത്തെ ഗോളിൽ ഈ ഒരു ഇന്റർ മിലാനെ പിടിച്ച് കയറുന്ന നമ്മൾ കണ്ടു ബാസനോട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്പിൻ എടുത്തപ്പം PSG-നെയാണ് 1ാമത്തെ സ്പിന്നിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് 2ാമത്തെ സ്പിൻ എടുത്ത് നോക്കാം. 2ാമത്തെ സ്പിന്നിൽ ഇന്റർ വരണം, അപ്പോഴല്ലേ നമുക്കൊരു റങ്ക് ഉണ്ടാകുള്ളൂ ഇത് കറക്കാൻ. സ്വാഭാവികമായിട്ടും ഇന്റർ വന്നിട്ടുണ്ട്. അപ്പോൾ 1-1 2 സ്പിന്നിൽ നിന്ന് 1-1 ആണ്. അപ്പോൾ നമുക്ക് ഇനി 3ാമത്തെ സ്പിൻ എടുത്ത് നോക്കാം. ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആ ഒരു 93ാമത്തെ ആ ഒരു ഗോൾ ഉണ്ടല്ലോ അസർബിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗോളാണ് ആ ഒരു കരിയറിൽ തന്നെ. ഇപ്പോൾ ഏകദേശം 37-38 വയസ്സായി അസർബിക്ക്. ഇത്രയും കാലം കളിച്ചതിൽ ഈ ഒരു AC മിലാൻ അടക്കം കളിച്ചിട്ടുണ്ട് ഈ ഒരു അസർബി എന്ന് പറയുന്നത്. AC മിലാനിലൊക്കെ ഈ ഒരു കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അസർബി കളിച്ചിട്ടുണ്ട്. ഈ ഒരു
ചാമ്പ്യൻസ് ലീഗിലെ ഫസ്റ്റ് എവർ ഗോളാണ് അസർബി നേടുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ 3rd സ്പിന്ന് കിട്ടിയിട്ടുള്ളത് PSG ആണ്. 3 സ്പിന്നിൽ നിന്ന് 2 PSG, 1 ഇന്റർ മിലാൻ. നമുക്ക് ഇനി അടുത്ത സ്പിൻ എടുത്ത് നോക്കാം. അടുത്ത സ്പിന്നിൽ ഇന്റർ മിലാൻ വരുമോ? അപ്പോൾ 4 സ്പിന്നിൽ നിന്ന് 3 PSG-യും 1 ഇന്റർ മിലാനുമാണ്. ഇനി നമുക്ക് അടുത്ത സ്പിൻ എടുത്ത് നോക്കാം. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്റർ മിലാൻ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്റർ മിലാൻ ഔട്ടാവും, അത്രേ ഉള്ളൂ. ഇന്റർ മിലാന് 2, PSG 3. അപ്പം അങ്ങനെയാണ് സ്കോർ എടുക്കണത്. ഇന്റർ മിലാന് 2, 5 സ്പിന്നിൽ നിന്ന് ഇന്റർ മിലാൻ 2, PSG 3. ഇനി 6ാമത്തെ സ്പിന്നിൽ ആരാണ് ഇതെടുക്കുക നോക്കാം നമുക്ക്. അതിന് ശേഷം അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇന്റർ മിലാൻ തന്നെ വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ സ്പിൻ എടുക്കേണ്ടി വരും. 3-2 എന്നാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 6ാമത്തെ സ്പിൻ എടുക്കുകയാണ്. PSG വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, PSG ആണ് വന്നത്. അപ്പം PSG-ക്ക് 1 പോയിന്റ്സും അവിടെ കിട്ടിയേക്കാണ്. ഇപ്പോൾ 2 പോയിന്റ്സ്. ഇപ്പോൾ നമ്മൾ രണ്ട് ഒരു ബോക്സ് ഡ്രോ ചെയ്തതും ഈ ഒരു സ്പിൻ ദ വീലും ചെയ്തപ്പോഴും 2 PSG-ക്കാണ് കിട്ടിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് സ്വാഭാവികമായിട്ടും ആ ഒരു ചാറ്റ് GPT-നോട് ചോദിക്കുകയാണ്. ചാറ്റ് GPT-നോട് ഞാൻ ഓൾറെഡി ഒരു ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എന്താണ് റിസൾട്ട് എന്നുള്ളത് കാണാം. ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് PSG-ക്കാണ് ഈ ഒരു പോയിന്റ് പോയിട്ടുള്ളത്. അതായത് ചാറ്റ് GPT ഒന്ന് അനലൈസ് ഒക്കെ ചെയ്തിട്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഞാൻ മറ്റൊരു ഫാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മ്യൂണിക്കിലാണ് ഇപ്രാവശ്യത്തെ ഫൈനൽ നടക്കുന്നത് നമുക്കറിയാം. ഈ ഒരു മ്യൂണിക്കിൽ ഫൈനൽ നടക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ഒരു അലയൻസ് അറേനയിൽ എപ്പോഴും ഒരു ന്യൂ വിന്നറെയാണ് കിട്ടുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുതിയ UCL വിന്നർ നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഇന്റർ മിലാൻ ഓൾറെഡി 3 UCL നേടിയിട്ടുണ്ട്. PSG-ക്കാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കിട്ടാക്കനിയാണ് ഈ ഒരു UCL എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വശം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു PSG UCL വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു പ്രഡിക്ഷനിലും PSG തന്നെയാണ്. പക്ഷേ എനിക്ക് ഞാനൊരു ഇതിനെക്കുറിച്ചൊരു പ്രിവ്യൂ വീഡിയോ ഉണ്ട്, അതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താവും എന്നുള്ളതൊക്കെ കണ്ടറിയാം. പിന്നെ PSG-നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എംബാപ്പയും നെയ്മറും മെസ്സിയും സെർജിയോ റാമോസും എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് നേടാൻ വേണ്ടി. അതിന് ഈ ഒരു 2020 അവർ അങ്ങനെ ഒരു ഫൈനലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, അത് ബയറിനെതിരെയായിരുന്നു. അങ്ങനെ ഇപ്പോൾ 2025 അവർക്ക് നല്ലൊരു ചാൻസ് ഇല്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല, ഒരു ഫൈനലാണ് മുന്നിലുള്ളത്. ഈ ഒരു മ്യൂണിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. മ്യൂണിക്കിൽ നടന്ന ഫൈനലുകൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഈ ഒരു 1992 ഒരു ഫ്രഞ്ച് ലീഗ് ക്ലബ്ബ് ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗ് നേടുന്നത്. അത് മാർസെയ്യാണ്. അത് അന്ന് ഫൈനൽ നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു മ്യൂണിക്കിൽ വെച്ചിട്ടാണ്. പിന്നെ ഈ ഒരു ബൊറൂസിയ ഡോർട്ട്മുണ്ട് 1997 ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയതും ഈ ഒരു മ്യൂണിക്കിൽ വെച്ചിട്ടാണ്. അങ്ങനെ കിട്ടാക്കനിയായുള്ള ക്ലബ്ബുകൾക്ക് ഒരു ആശ്വാസമേറുന്ന ഒരു സ്ഥലമാണ് മ്യൂണിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഇതാണ് മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പം ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു പ്രഡിക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഒരു പ്രിവ്യൂ വീഡിയോ കണ്ട്, ഈ ഒരു കളീൻ്റെ പ്രിവ്യൂ വീഡിയോ കണ്ട് വീണ്ടും വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.